ഹായ് പറഞ്ഞു. എല്ലാവർക്കും സുഖാണോ ചോദിച്ചേ. എല്ലാവർക്കും സുഖമാണോ? എന്നെടുക്കുമായിരുന്നു അങ്കി എവിടെ ഇരുന്ന ടി വി കാണുമായിരുന്നോ? ഏത് സിനിമയാ കണ്ടേ? ഏതാ? കിൽക്കാൻ പെട്ടി. അതിനകത്തെ ആളിനെ കണ്ട, അതിനകത്തെ ഒരു കുഞ്ഞാവില്ലേ, അത് അങ്കിനെ പോലെയാണോ ഇരിക്കുന്നത്? ആണോ? ആരാ വെച്ച് തന്നെ കിൽക്കാൻ പെട്ടി? ഇത്തവണ ഞാനാണ് വെച്ചു കൊടുത്തത്. എല്ലാ തവണയും പെച്ചേട്ടനാ വെച്ചു കൊടുക്കുന്നത്, ഇത്തവണ അമ്മയെ വെച്ചേന്ന അല്ലേ? അങ്കി നാളെ സ്കൂളിൽ പോണ്ടേ നമുക്ക്? അയ്യോ നാളെ എനിക്ക് പേര് കിട്ടും ടീച്ചർ. ദൈവമേ, എത്ര ദിവസം എനിക്ക് സ്കൂളിൽ പോയിട്ട്. എന്താടാ കുറുമ്പ? ക്യാമറയുടെ അങ്ങോട്ട് നോക്കിയിട്ടായിരുന്നു രണ്ടുപേരും വഴക്കുണ്ടാക്കട്ടെ. ഇത് നമുക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോ വഴക്കുണ്ടാക്കാം കേട്ടോ. ഒരെണ്ണമായിട്ട് ബോംബിക്കാൻ പറ്റുമോ? ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അടിയായിരിക്കും അല്ലേ? അല്ലെങ്കിൽ പച്ചയോട് എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? അങ്കിനെ വലുതാവുമ്പോ കോളേജിൽ കൊണ്ടുവിടുന്നതും ബൈക്കെ കയറ്റി പുറകെ കയറ്റി ഇട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ഇഷ്ടമില്ല. എന്താണോ അങ്ങനെ പറയുന്നത്? നിന്റെ കുഞ്ഞനീത്തിയല്ലേ അവള്? അല്ലേ അങ്കിപ്പണ്ണ? ശരി എടാ, അവള് നിന്റെ കുഞ്ഞനീത്തിയല്ലേ? ഒരു തിരുന്ന എണ്ണം പഠിക്കും, എന്തൊക്കെ പഠിച്ചെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കാം. അങ്കിന് മരുന്ന് കഴിച്ചു അങ്കിമോള്? ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്തൊക്കെയാ ചെയ്യണ്ടേ? കയ്യില് സാധനങ്ങൾ പിടിക്കാൻ കൊടുക്കണം. അങ്കിക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഓരോരോ ശീലങ്ങളാ. അല്ലെങ്കിൽ എന്താ, കയ്യിൽ എന്തെങ്കിലും സാധനം പിടിക്കാൻ കൊടുക്കണം. നിങ്ങൾ തൊട്ടി കിടന്ന് ഉറങ്ങുന്നതെന്ന് പറയത്തില്ല. ഇത്രയും വലിയ ചേച്ചി തൊട്ടി കിടന്ന് ഉറങ്ങുന്നതിന് എല്ലാവരും കളിയാക്കൂട്ടോ. നിന്റെ അനിയത്തി പോലും തൊട്ടിയിലല്ല കിടക്കുന്നത്. ഇവള് തൊട്ടി കിടന്നൊന്നും അല്ല, ഉറങ്ങുകയല്ല, കട്ടിലേ കിടന്നൊക്കെ ഉറങ്ങും. പക്ഷെ ഉറങ്ങണമെങ്കിൽ 10-11 മണിയാവും. അതാണ് ഞങ്ങൾ കുറച്ചു നേരം സമാധാനം കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് നേരത്തെ കിടത്തി തൊട്ടി കിടത്തി ഉറക്കുന്നതാണ് അല്ലേ? അങ്കിയില്ലേ മുഖം കാണിക്കുന്നവർക്ക്, അങ്കിയില്ലേ മുഖം കാണിക്കുന്ന മരുന്നൊക്കെ കഴിച്ചു അല്ലേ? ആരെ മരുന്ന് തന്നേന്ന്? പെച്ചേട്ടന് അമ്മ. പെച്ചേട്ടന് ഒരു മരുന്ന് തന്നു, ഒരു മരുന്ന് അമ്മ കൊടുത്തു. ശരിയാ, പെച്ചേട്ടൻ വലിയ ചേട്ടനാ. പെച്ചേട്ടനായിരുന്നു രണ്ടുപേർക്കും മരുന്ന് കൊടുത്തു അല്ലേ? സാറാമൾക്ക് എങ്ങനെയെങ്കിലും ലേസ് മേടിച്ചു തരാന്ന് പറഞ്ഞോണ്ട് കൊടുത്തു. അങ്കിക്കും പെച്ചേട്ടനും മേടിച്ചു തരും, സാറാമോക്കും ലേസ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് മരുന്ന് കഴിച്ചല്ലേ? എന്ത് സാധന? ഇവളില്ലേ അപ്പ ഉറക്കുവാണെങ്കിലില്ലേ എപ്പോഴും ഓരോ കഥ പറയും. അന്നേരം വീണ്ടും ഒരു കഥയും കൂടെ, പിന്നെ ഞാൻ നിർത്തിക്കോളാം. എന്നിട്ട് പറഞ്ഞിട്ട് അടുത്ത കഥ പറയും. എന്നിട്ട് വീണ്ടും ഒരു കഥയും കൂടെ, ഞാൻ ഇപ്പൊ നിർത്തിക്കോളാന്ന് പറയും. രണ്ടുപേരോട് ഒരു കാര്യം പറയാം. ഇവിടെ നിന്ന് പറഞ്ഞാ മതി, എന്നാലും എല്ലാവർക്കും പറഞ്ഞോ. ഇനി ഇങ്ങനെ പറഞ്ഞു. പിന്നില്ലേ ഇന്ന് രാവിലെ ഇല്ലേ ഞാനൊരു ലേസ് തിന്നു. അന്നേരം ഇല്ലേ പെച്ചാട്ടോ ഒരെണ്ണം എന്താ, പിന്നെ ഞാൻ പിന്നെ ചോദിക്കില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒരു കുഞ്ഞു പീസ് കൊടുത്തു. അന്നേരം ഇവള് വീണ്ടും ചോദിച്ചോണ്ട് വന്നു. പിന്നെ ചോദിക്കില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ചോദിച്ചോണ്ട് വരുവാ. അയ്യോ, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ക്ഷമിച്ചോണം കേട്ടോ. ഞാൻ ഈ വീഡിയോ അവസാനിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തല്ലു കൊടുക്കാൻ. എന്റെ കയ്യിൽ നീരുണ്ട്. ചേട്ടന്റെ കൈക്ക് വേദനയുണ്ട്. ഒന്നും ചെയ്യല്ല കേട്ടോ. അത് മിടിക്കുകയെന്നല്ലേ അമ്മ എല്ലാരോടും പറഞ്ഞത്. ഇവളില്ലേ കുറുമ്പിയ. ഇവള് ഞാൻ എവിടെയെങ്കിലും ഒരു ദിവസം കൊണ്ടേ കളയും. കളയുന്ന എങ്ങനെയാന്ന് അറിയോ? അങ്കിനെ വേറൊരു ചെക്കന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടും. അങ്കിനെ സാറമോളെ കെട്ടിച്ചു വിട്ടിട്ട് വേണം എനിക്ക് ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ. എനിക്കും അപ്പുകൂട്ടനും. അങ്ങനെ കെട്ടിച്ചു വിടണോ? അയ്യോ, പച്ചന്റെ കടി കൊടുക്കല്ലേ. അവിടുത്തെ ചേട്ടന്മാരോട് അങ്കിക്കറിയാം. അങ്കി എല്ലാരോടും പറഞ്ഞ്
നല്ല പിള്ളേരായിട്ടിരിക്കണം, ചേട്ടൻ ആരോടും വഴക്കുണ്ടാക്കല്ലേ എന്നൊക്കെ അത് അങ്കിക്ക് പറയാൻ അറിയില്ല. എന്താന്ന് അറിയാം, ഇപ്പൊ ചേട്ടനോട് ഇപ്പൊ വഴക്കിട്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കുറുമ്പി ഇങ്ങനെ കുറുമ്പി ആരോടും പറയില്ല കേട്ടോ. ഞാനില്ലേ അങ്കീനെ സാറാമോളെ ഒക്കെ കെട്ടിച്ചിട്ട് വിട്ടിട്ട് വേണം എനിക്കും അപ്പുക്കുട്ടനെ എന്റെയും ഭാര്യമാർക്കും അമ്മയ്ക്കും അപ്പയ്ക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ. സുഖമായിരിക്കും. ഒരു വീടും വെച്ച് AC റൂം വെച്ച് ഒരു കാറും വെച്ച് ഞങ്ങൾ ചാച്ചു അങ്കിയൊക്കെ അങ്കിയുടെ ഭർത്താവിനെ കൂടെ പോകും. അങ്കിയില്ലേ എന്റെ കൂടെ നമ്മ കെട്ടിച്ചു ചേട്ടൻ ചുമ്മാ പറയുന്നത്. അമ്മയില്ലേ ഇടമറിയിലായിരുന്നില്ലേ, അമ്മേനെ അപ്പയും കെട്ടിച്ചോണ്ട് വന്ന ഇത് അമ്മയുടെ വീടല്ല അപ്പയുടെ വീടാ. അതേപോലെ ഇപ്പൊ പെച്ചേട്ടനാ നിന്നെ കല്യാണം കഴിക്കുന്നത് വിചാരിച്ചോ. നീ ഇടമറിയിലാണെങ്കിൽ ഞാൻ ഇവിടെ ആണെങ്കിലേ ഇടമറിയിൽ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതേപോലെ നീ വേറൊരാളെ കല്യാണം കഴിക്കുമ്പോ ഇവിടുന്ന് നീ വേറെ വീട്ടിലേക്ക് പോകേണ്ടി വരില്ല. അങ്കി പോകുന്നില്ല. അങ്കിനാണ് നിന്നെ ചാക്കോച്ചൻ കല്യാണം കഴിക്കണമെങ്കിൽ നിനക്ക് ഈസി ആയിരിക്കും. ഇല്ല, അമ്മയുടെ വീട്ടിൽ തന്നെ നിൽക്കാം. എങ്ങോട്ടും വിടുന്നില്ല കേട്ടോ. പിന്നെ കല്യാണം കഴിക്കേണ്ട പ്രായമൊന്നുമല്ല അല്ലെ. അങ്കിക്ക് നല്ല പഠിച്ച് നല്ല മിടുക്കത്തിയായിട്ട് ജോലിയൊക്കെ വാങ്ങിക്കണ്ടേ നമുക്ക്. എല്ലാവർക്കും അറിയോ ഇനി നമ്മുടെ അടുത്ത ആരുടെ കല്യാണം അറിയോ? ഇവിടെ ഇവളുടെ കല്യാണം അടുത്തത് അല്ല കേട്ടോ. അല്ല, അതിനേക്കാളും മുന്നത്തെ കല്യാണം എന്റെയാ. കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് കല്യാണം ഉണ്ടായിരുന്നോ? ഞാനൊരു അഭിപ്രായം പറഞ്ഞത്. ആരുടെ അല്ല അങ്കി പഠിച്ചു സാറാമോളും പെച്ചേട്ടനും എല്ലാം ഇന്ന് അങ്കിയുടെ കല്യാണം. എടാ കളിയാക്കാൻ കേട്ടോ. ഇതാണ് ഇവിടുത്തെ അങ്കാവ്. ഈ വലിയ ചേട്ടനും ഈ വലിയ ചേച്ചിയും എന്നിവര് എപ്പോഴും അടിയാണ് അല്ലെ. വീട്ടിൽ ഇങ്ങനെയാണോ? പിന്നെ പറഞ്ഞിട്ട് കാര്യം എന്റെ അനിയനും നല്ല അടിയായിരുന്നു കുഞ്ഞിന്. ഇപ്പഴും ഞങ്ങൾ അടി ഉണ്ടാക്കും. സത്യം പറഞ്ഞാലേ എന്നാലും ഞങ്ങൾ അടി ഉണ്ടാക്കും. ഒന്നും മിണ്ടാതിരിക്കടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടി ഉണ്ടാക്കും അല്ലെ. സത്യം പറഞ്ഞാലേ ഞാനും ഇവളും തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ 6 വയസ്സിന്റെ പോയിട്ട് 1 വയസ്സിന്റെ പോലും വ്യത്യാസം. ഇവളുടെ അനിയത്തിയായിട്ട് ഞാൻ 8 വയസ്സിന്റെ വ്യത്യാസം, എന്റെ അനിയനുമായിട്ട് ഞാൻ 9 വയസ്സിന്റെ വ്യത്യാസം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പാപ്പന്റെ മകന്റെ വയസ്സും കൂടി ഞാൻ 10 വർഷത്തിന്റെ. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും കുഞ്ഞു ബേബി ഫെലിച്ചേട്ടനല്ലേ. അല്ലെങ്കിൽ ഫെലിച്ചേട്ടനാണ്. അതെങ്ങനെയാ മന്ത്രം ചൊല്ലിട്ട? മായാവിയുടെ മന്ത്രം ചൊല്ലി ഞങ്ങള് പെച്ചേട്ടനെ ഇത്രയും കുഞ്ഞാക്കും അല്ലേ. എന്നാ ശരി, എല്ലാരോടും പറഞ്ഞേരെ ടാറ്റ. ഞാൻ പെച്ചേട്ടനെ കുഞ്ഞാക്കാൻ പോകുന്നത് പറഞ്ഞേരെ. അച്ഛനെ കുഞ്ഞാക്കിട്ട് വരാന്ന് പറ മന്ത്രം ചൊല്ലി. നീ കുറെ